പ്രിയ സുഹൃത്തുക്കളെ, ഇത് എന്റെ കൂട്ടുകാരന്റെ കുറച്ച് പ്രാവുകളാണ്. ഒരു കുഴപ്പമില്ലാത്ത കുറച്ച് പ്രാവുകളായിരുന്നു കേട്ടോ. അവന്റെ കയ്യിൽ അത്യാവശ്യം പറക്കൊക്കെ ചെയ്യുന്ന പ്രാവുകളായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കുറച്ച് പ്രാവുകളെ പോയിട്ട് കുറ്റിപ്പുറം ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് എടുത്ത്. അതൊന്നില്ലെങ്കിൽ തല തിരിച്ചിൽ മാറിയ പ്രാവുകൾ, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്ന പ്രാവ്. എന്തായിരുന്നാലും ആ സുഹൃത്ത് ഈ പ്രാവിന്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരാളെ ഇതുപോലത്തെ രീതിയിൽ ചതിക്കാൻ പാടില്ല. കാരണം ആളുടെ വീട്ടിലത്തെ അവസ്ഥ വെച്ചാല് വീട്ടിലുള്ള എല്ലാ പ്രാവുകൾക്കും തലതിരിച്ചിൽ വന്ന് ഒരുപാട് പൈസയുടെ മെഡിസിൻ മേടിച്ചിട്ട് എന്തിട്ടുണ്ട്, വളരെ പ്രയാസത്തിലാണ് ആ സുഹൃത്തുള്ളത്. അപ്പൊ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ആ പ്രാവുകളെ തലതിരിച്ചിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ വിറ്റ സുഹൃത്ത് കുറ്റിപ്പുറത്തുള്ള എന്നാ പറഞ്ഞത്. ആ സുഹൃത്ത് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഒരാൾക്കും സാഹചര്യങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക. അസുഖങ്ങളുള്ള പ്രാവിനെ എന്ത് ചെയ്യുക, നമ്മൾ ട്രീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒരിക്കലും കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ചെനാവുക മരുന്ന് കൊടുത്തിട്ടൊന്നും ഗുളികൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു കുറവില്ല. തലതിരിവാണ് മൊത്തം. ഇപ്പൊ 3 എണ്ണത്തിന് വാങ്ങിണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഒരു ക്ഷീണമുണ്ട്, പടർന്ന് പിടിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും മാർഗം ഉണ്ട്? അപ്പൊ ഇത് ഈ ഇനിയുള്ളതിന് വരാണ്ടിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കണ്ട ചെറിയ അങ്ങനത്തെ ഇത് കാണിച്ചതിനെ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 2 എണ്ണത്തിന്റെ പ്രശ്നമുള്ളൂ, 2 എണ്ണത്തിന് ചെറിയ ഇതുള്ളൂ. അതിന് ആ 2 കംപ്ലൈന്റിൽ നല്ല തലതിരിവ് വന്ന 2 എണ്ണത്തിനെ വേറെ ഇട്ട്, ചെറുതായിട്ട് പ്രശ്നം കാണിക്കുന്ന 2 എണ്ണത്തിനെ വേറെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ഓൾറെഡി ഉള്ളതിന് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? പിന്നെ ഇനിയിപ്പോ ഈ ആ ഗുളിക ഞാൻ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ആ സാധനം മേടിച്ചിട്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, രാവിലെ വൈകിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു തന്നെ വലിയ ഉപകാരം. ഇത് എവിടുന്ന എടുത്ത്? മറ്റേ കുറ്റിപ്പുറത്തല്ല എടുത്ത്? ആ, അവിടെ തന്നെ എടുത്ത്.